ഇന്ത്യയിലേക്കുള്ള വനിതാ യാത്രികർക്ക് കടുത്ത നിർദ്ദേശവുമായി അമേരിക്ക. ഇന്ത്യയിലേക്ക് ഒറ്റയ്ക്കുള്ള യാത്ര സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണമെന്ന് അമേരിക്ക. ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായും അമേരിക്കയുടെ മുന്നറിയിപ്പ്. സ്വാതി രാജീവുണ്ട് വിവരങ്ങളുമായി. സ്വാതി, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് അമേരിക്ക നൽകുന്നത്? ഒരു രാജ്യത്തിനെതിരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. വിശദാംശങ്ങൾ. അതെ, അതുതന്നെയാണ് അഖില. ശരിക്കും പറഞ്ഞാൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പുമായി അമേരിക്ക ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്ക് ലെവൽ 2 അഡ്വൈസറിയാണ് ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്നത്. ഇക്കാര്യം അമേരിക്ക ഒരു വിജ്ഞാപനമായി തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ജൂൺ 16-നാണ് ഇക്കാര്യം അമേരിക്ക ഒരു വിജ്ഞാപനമായി തന്നെ പുറത്തിറക്കുന്നത്. അതിൽ അഖില സൂചിപ്പിച്ചതുപോലെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഒരു രാജ്യത്തിനെതിരെ, ഇന്ത്യക്ക് എതിരെ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ കൂടുതലായും കുറ്റകൃത്യങ്ങളും ഭീകരവാദങ്ങളും വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നും ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലെ യാത്രക്കാർ, പ്രത്യേകിച്ചും സ്ത്രീകൾ, ഒറ്റയ്ക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം തന്നെയാണ്. അത്തരത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കും. അതിൽ യാതൊരു തരത്തിലും പെട്ടെന്നൊരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അപകടത്തിൽപ്പെട്ടാൽ അമേരിക്കയ്ക്ക് പെട്ടെന്ന് അത്യാഹിതമായിട്ട് അതിനെ കാണാൻ കഴിയില്ല, അവർക്ക് വേണ്ട സംരക്ഷണം നൽകാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അക്രമവും കുറ്റകൃത്യവും, പ്രത്യേകിച്ചും ലൈംഗിക അതിക്രമം പോലത്തെ കുറ്റകൃത്യങ്ങൾ ഇന്ത്യയിൽ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഭീകരവാദം പറയാതെ അല്ലെങ്കിൽ മുൻകൂട്ടി അറിയിക്കാതെ ഒരു വാണിംഗ് നൽകാതെയായിരിക്കും ഭീകരവാദം പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള സുരക്ഷ കരുതണം, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും ചില സംസ്ഥാനങ്ങളുടെ പേരുകളും എടുത്തു പറയുന്നുണ്ട്. അതായത് ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ, മേഘാലയ, ഒഡീഷ, ഈ സംസ്ഥാനങ്ങളിലേക്ക് ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ തലസ്ഥാന നഗരങ്ങളിലേക്ക് പോകാം, പക്ഷേ ഗ്രാമീണ മേഖലകളിലേക്ക് ഒക്കെയുള്ള യാത്രകൾ, അതുപോലെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ, മാവോയിസ്റ്റ് സാന്നിധ്യം കൂടുതലുള്ള, നക്സലൈറ്റ് സാന്നിധ്യം കൂടുതലുള്ള പ്രദേശങ്ങൾ, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പല പ്രദേശങ്ങളിലേക്കും ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, മുൻകരുതലുകൾ എടുക്കണം. ഇന്ത്യയിൽ പ്രത്യേകിച്ചും GPS സംവിധാനമുള്ള ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, അതിൽ വിലക്കുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകമായി തന്നെ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള വിലക്കുകളുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെയുള്ള ഇന്ത്യയിലേക്ക് സ്ത്രീകൾ തനിയെ യാത്ര ചെയ്യരുത്. അതാണ് ഏറ്റവും പ്രധാനം. സ്ത്രീകൾ തനിയെ യാത്ര ചെയ്താൽ വളരെയധികം പ്രശ്നമുണ്ടാകും എന്നുള്ള തരത്തിൽ ഉള്ള ഒരു ഇതാണ് ഈ ഒരു അഡ്വൈസറിയിൽ പറയുന്നത്. ഓവർസീസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഇന്ത്യ കൺട്രി സെക്യൂരിറ്റി റിപ്പോർട്ട് ആണ് ഇത് അവലോകനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ തരത്തിലുള്ള നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ സൗഹൃദ ബന്ധം ഉണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ട് ഒരു രാജ്യത്തിലേക്ക് യാത്രാ വിലക്കിന് സമാനമായിട്ടുള്ള എന്നാണ് ട്രംപിനെ നമ്മുടെ പ്രധാനമന്ത്രി വിശേഷിപ്പിക്കാറ്. ആ ട്രംപിന്റെ ഭരണകൂടമാണ്, അമേരിക്കയാണ് ഇന്ത്യക്കെതിരെ കടുത്തൊരാരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സ്വാതി രാജീവാണ് വിവരങ്ങൾ നൽകി.